ജാതി സെൻസസ് വിജ്ഞാപനം ഇന്നിറങ്ങും. സെൻസസ് നടപടികൾ വിലയിരുത്താൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. 2 ഘട്ടമായിട്ടാകും സെൻസസ്. 2027 മാർച്ച് 1-നകം സെൻസസ് നടപടികൾ പൂർത്തിയാക്കും. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. അപ്പോൾ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിജ്ഞാപനം ഇന്ന് പുറത്തു വരികയാണ്. അങ്ങനെ വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇനി വളരെ വേഗത്തിലാകും. സെൻസസ് നടപടികൾ വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അപ്പോൾ 2 ഘട്ടമാണ് അല്ലേ സെൻസസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്, പി ആർ സുനിൽ? അരുൺ, സെൻസസ് നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുകയാണ്. ഏതായാലും ബീഹാർ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ ജാതി സെൻസസ് നടപടികൾ കൂടി കേന്ദ്ര സർക്കാർ ഊർജിതമാക്കുകയാണ്. നമുക്കറിയാം, പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ചേർന്ന പ്രത്യേക കേന്ദ്രമന്ത്രിസഭാ യോഗമാണ് ഈ സെൻസസിന് അംഗീകാരം നൽകുകയും അപ്രതീക്ഷിതമായി ജാതി സെൻസസ് പ്രഖ്യാപിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ഏതായാലും ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിന് ശേഷം ഇപ്പോൾ ഈ സെൻസസിന്റെ വിജ്ഞാപനം ഇറക്കാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുകയാണ്. ഇന്ന് ഈ സെൻസസിന്റെ വിജ്ഞാപനം ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2 ഘട്ടമായിട്ടായിരിക്കും ഈ സെൻസസ് നടത്തുക. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു വീട്ടിലെ ഓരോ വീടിൻ്റെയും സാഹചര്യങ്ങൾ, ആ വീടിൻ്റെ ഒരു സാമ്പത്തിക ശേഷി, സ്വത്ത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ആദ്യ സെൻസസിൽ വരിക. രണ്ടാമത്തെ സെൻസസിലാണ് ജനസംഖ്യ, അതുപോലെ തന്നെ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുക. ഏതായാലും ഇത്തവണത്തെ സെൻസസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഡിജിറ്റലായിട്ടായിരിക്കും ഇത്തവണത്തെ സെൻസസ് രേഖപ്പെടുത്തുക. ഓരോ പൗരനും സ്വയം രേഖകൾ അപ്ലോഡ് ചെയ്യാനുള്ള സെൽഫ് സംവിധാനവും ഇത്തവണത്തെ സെൻസസിന്റെ ഭാഗമായി ഉണ്ടാകും എന്നതും മറ്റൊരു പ്രത്യേകതയാണ്. ഏതായാലും വിജ്ഞാപനം വന്ന ശേഷമായിരിക്കും ഇതിന്റെ ഒരു വ്യക്തമായ ചിത്രം വ്യക്തമാവുക. 2027 മാർച്ച് മാസത്തിനകം ഈ സെൻസസ് നടപടികൾ പൂർത്തിയാകുന്ന തരത്തിലായിരിക്കും ഈ സെൻസസിന്റെ നടപടികളൊക്കെ തന്നെ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2026 അടുത്ത വർഷം ഒക്ടോബർ മാസം മുതൽ ഈ സെൻസസ് നടപടികൾ തുടങ്ങും. 34 ലക്ഷം പേരെയായിരിക്കും ഈ സെൻസസ് എടുക്കുന്നതിനായി ചുമതലപ്പെടുത്തുക. ഇതിന് മേൽനോട്ടം വഹിക്കുന്നതിനായി 1,30,000 പേരെയും ചുമതലപ്പെടുത്തും. അങ്ങനെ ഒരു വലിയ പ്രക്രിയയിലേക്ക് രാജ്യം കടക്കുകയാണ്. കോവിഡ് സാഹചര്യത്തിലാണ് ഈ വർഷത്തെ സെൻസസ് പതിറ്റാണ്ടിലെ സെൻസസ് നടപടികൾ നീണ്ടുപോയത്. 2011 സെൻസസ് ആണ് ഏറ്റവും ഒടുവിലത്തെ സെൻസസ്. 2021 സെൻസസ് അടുത്ത ഘട്ടത്തിൽ നടക്കേണ്ടത്. കോവിഡ് വന്നതുകൊണ്ട് സെൻസസ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഏതായാലും ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുതിയ സെൻസസ് നടക്കാൻ പോകുന്നത്. ഏതായാലും ഈ ഇത്തവണത്തെ സെൻസസിനൊപ്പം ജാതി സെൻസസ് കൂടി നടക്കുന്നു എന്നത് തീർച്ചയായും രാഷ്ട്രീയമായി കൂടി വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ രാജ്യത്ത് ജാതി സെൻസസ് നടത്തണം എന്ന ആവശ്യം വളരെ ശക്തമായി തന്നെ ഉന്നയിച്ചതാണ്. അപ്പോഴൊക്കെ തന്നെ ഈ ഒരു ജാതി സെൻസസിനോട് അനുകൂലമല്ലാത്ത നിലപാടായിരുന്നു രാഷ്ട്രീയമായി BJPക്ക് ഉണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലൊക്കെ തന്നെ അത്തരം സമ്മർദ്ദങ്ങൾക്ക് BJP സർക്കാരിന് കീഴ്പ്പെടേണ്ടി വരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ പരിഗണിച്ച്. അതുകൊണ്ട് ജാതി സെൻസസിനൊപ്പം പോകാൻ കേന്ദ്ര സർക്കാരും BJP സർക്കാരും തയ്യാറാവുകയാണ്. ഏതായാലും ജാതി സെൻസസ് സംബന്ധിച്ച വിജ്ഞാപനം ഇന്ന് ഇറങ്ങാൻ പോകും. ഓക്കെ, താങ്ക് യു. പി ആർ സുനിലാണ് വളരെ പ്രധാനപ്പെട്ട വിവരം നൽകിയത്. ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇന്നിറങ്ങും. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ജാതി സെൻസസ് നടക്കുക. അതിൽ ആദ്യഘട്ടത്തിൽ ആസ്തി വിവര ശേഖരമായിരിക്കും. അതിനുശേഷമായിരിക്കും ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സ് അഥവാ ജനസംഖ്യാ വിവരങ്ങൾ ശേഖരിക്കുക. അപ്പോൾ 2 ഘട്ടമായിട്ടാണ്. 34 ലക്ഷത്തോളം കണക്കെടുപ്പുകാരും 1,30,000 സെൻസസ് പ്രവർത്തകരുമാണ് ഇപ്പോൾ ഈ വലിയ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നത്. വരട്ടെ. അപ്പോൾ കോവിഡ് കാരണം വൈകിയതാണ്. അല്ലെങ്കിൽ 2021 തുടങ്ങേണ്ടതാണ്. 11 അവസാനത്തെ സെൻസസ്. 21 നടക്കേണ്ട സെൻസസ് ആണ് ഇപ്പോൾ 25 നടക്കുന്നത്. കോവിഡ് കാരണമാണ് വൈകിയത്. കാസ്റ്റ് സെൻസസ്, സാമൂഹിക നിലവാരം കൂടി അതിനകത്ത് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.